ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് ഇന്ത്യയുടെ 4 വിക്കറ്റാണ് പോയിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. എന്നാൽ രാഹുൽ മികച്ച കളി കാഴ്ചവെച്ചു. ഇന്നത്തെ മൂന്നാം ദിവസത്തിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കളി നടത്താൻ സാധിച്ചില്ല. ഇന്ന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. എന്നാൽ അവർക്ക് മികച്ച തുടക്കമായിരുന്നു ഇന്നലെ ലഭിച്ചത്. ഇന്ത്യൻ ടീമിനെ പണി തന്നു. ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയ 445 റൺസിൽ ഓൾ ഔട്ടായിരിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇന്ത്യ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങി. ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രണ്ടാം ബോളിൽ തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. ആകെ കൂടി 4 റൺസ് മാത്രമാണ് ജയ്സ്വാൾ ഇന്ന് എടുത്തത്. പിന്നീട് സെക്കൻഡ് ഓവറിൽ ശുമാൻ ഗില്ലും ഔട്ടായി. 1 റൺസ് മാത്രമാണ് ഗില്ലിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ കോഹ്ലിയിലായിരുന്നു. എന്നാൽ കോഹ്ലി വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് കോഹ്ലി ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ വിക്കറ്റ് ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ഋഷഭ് പന്തിലായിരുന്നു പ്രതീക്ഷ. പന്ത് വന്നതും പോയതും വേഗത്തിൽ തന്നെയായിരുന്നു. ആകെ കൂടി 9 റൺസ് മാത്രമാണ് പന്ത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 50 റൺസ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് രാഹുൽ പിടിച്ചു നിന്നു. പിന്നീട് രോഹിത് ശർമ്മ കളത്തിലെത്തി. 6-ാമനായിട്ടാണ് രോഹിത് ശർമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇന്ന് കളി നിർത്തുമ്പോൾ ഇന്ത്യ 51 റൺസ് 4 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. രാഹുൽ 33 റൺസോടെ ക്രീസിലുണ്ട്. അതുപോലെ രോഹിത് ശർമ്മയും. ഇന്ന് മഴ പെയ്തതുകൊണ്ട് കളി തടസ്സപ്പെട്ടു. ഇന്ന് ടെസ്റ്റിന്റെ മൂന്നാമത്തെ ദിവസമാണ്. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ ടെസ്റ്റ് തോൽക്കുമെന്നത് ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ ഇപ്പോൾ തന്നെ 4 വിക്കറ്റ് പോയിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ 394 റൺസിന് ട്രയൽ ചെയ്യുന്നുണ്ട്. ഇത്രയും റൺസ് മറികടന്നാൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും ലീഡ് നേടാൻ സാധിക്കൂ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.